KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് FIR ഇടാതെ എന്തുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം മാത്രം നടത്തിക്കൊണ്ടേയിരിക്കുന്നതെന്ന് കേരളീയ പൊതുസമൂഹത്തോടും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തോടും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കെമിസ്ട്രിയുടെ ചോദ്യപേപ്പർ 40 മാർക്കിന്റെ ചോദ്യത്തിൽ 32 മാർക്കും ഇന്നലെ MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. 7 ലക്ഷത്തോളം വ്യൂവേഴ്സ് ആണുള്ളത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, 1500 രൂപ തന്നാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാവാം. ഇങ്ങനെ ഏകദേശം 1 ലക്ഷം കുട്ടികൾ അംഗങ്ങളായാൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് 1.5 കോടിയോളം രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇത് വലിയ സാമ്പത്തിക തട്ടിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി ഇതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ഇവർക്ക് പുല്ലുവിലയാണ് എന്നതിന്റെ തെളിവാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇത്തരം ട്യൂഷൻ സെന്ററുകൾക്ക് പുല്ലുവിലയാണ്. ഇവർ ഇന്നലെ ചെയ്തൊരു കാര്യമുണ്ട്. സാധാരണ ഡയറക്റ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ കൊടുക്കാറ്. പക്ഷെ ഇൻഡയറക്റ്റായി ചില ഭാഗങ്ങൾ ഇവർ കൊടുത്തു. ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ എന്ന് പറഞ്ഞു. വീണ്ടും ആ ചോദ്യങ്ങൾ ഇന്ന് ആവർത്തിക്കപ്പെടുകയാണ്. സ്റ്റൈല് മാറ്റി. ഒന്ന് ഇവർ ഇതിൽ ചെയ്യുന്നത് ഞങ്ങൾ ചോദ്യപേപ്പർ ചോർത്തിയില്ല എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കാൻ സ്റ്റൈല് മാറ്റി. പക്ഷേ വിദ്യാർത്ഥികളെ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന ഭാഗം ഇന്ന രീതിയിൽ വരുമെന്ന് പറഞ്ഞു. ഇത് വലിയ തട്ടിപ്പാണ്. ഇത് പുറത്തു കൊണ്ടുവരാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല. അത് വ്യക്തമാക്കുന്നത് ഭരണകൂടത്തിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയാണ്. ഇത് വലിയ റാക്കറ്റാണ് എന്നുള്ള കാര്യം KSU വീണ്ടും ആവർത്തിക്കുന്നു. ഇത് MS സൊല്യൂഷന്റെ ഒരു ചെറുപ്പക്കാരനായ മുതലാളിക്ക് കേരളത്തിന്റെ നെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ പാടയെ തകർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വൻ റാക്കറ്റാണ്. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണവും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമായിട്ടാണ് KSU ഇതിനെ കാണുന്നത്. ഈ പാപക്കറയിൽ നിന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ പിന്മാറാൻ കഴിയില്ല. ഇതിൽ നല്ലത് ആഭ്യന്തരമന്ത്രി മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ്. വീണ്ടും വീണ്ടും ചോദ്യപേപ്പറുകൾ ചോരുന്നു എന്ന് കാണുന്നതിലൂടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇത്തരം യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ്. അവസാനിപ്പിച്ചോ? ഇല്ല. ഇത് വലിയ വെല്ലുവിളിയാണ് കേരളീയ പൊതുസമൂഹത്തോട്. MS സൊല്യൂഷൻ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ പരിശോധിക്കപ്പെടണം. ഇതിൽ സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, ബിനാമികൾ ആരാണ്? അത് പരിശോധിച്ചാൽ ഇതിലെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങൾ വ്യക്തമാക്കും. നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത്തരം വലിയൊരു റാക്കറ്റാണ്. ഇതൊരു MS സൊല്യൂഷൻ മാത്രമല്ല. MS സൊല്യൂഷന് വീണ്ടും വീണ്ടും ഇതിന് ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വലിയ റാക്കറ്റുണ്ട്. അല്ല, ഇത്രയും വലിയ വിവാദം ഉണ്ടായിരിക്കും ഈ അധ്യാപകര് ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതാണല്ലോ ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വീണ്ടും വരികയാണ്. ഇവർ സ്റ്റൈല് മാറ്റുകയാണ്. നമ്മൾ പറയുന്നത് ഇവർ സ്റ്റൈല് മാറ്റുകയാണ്. സ്റ്റൈല് മാറ്റി കുട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെടരുത്. പക്ഷെ ഇയാൾക്ക് എന്ത് ചെയ്യണം? ചോദ്യപേപ്പർ ചോർത്തുന്നില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണം. അതിനുവേണ്ടി ഇവർ സ്റ്റൈല് മാറ്റിയിട്ടാണ് ഇത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് എത്ര ചോദ്യം ആവർത്തിച്ചത്? ഇവർ ഇന്നലെ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അതോ പാഠഭാഗങ്ങൾ മാത്രമാണോ വന്നിരിക്കുന്നത്? ഇതിൽ 4 5 ചോദ്യങ്ങൾ അതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇത് പോർഷൻ, ഇന്ന പോർഷനെ ഇത് വരൂ, ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളായാൽ മതി, 1500 രൂപയാണ് ഫീ എന്ന് പറയുന്നുണ്ട്. ഇത് ഈ യൂട്യൂബ് ചാനലിലെ സംരക്ഷണം സർക്കാർ നിർത്താൻ തയ്യാറല്ല. ഒന്ന്, ഇത് നിർത്തുമെന്ന് സർക്കാർ പറഞ്ഞു. വീണ്ടും ഇതിൽ അശ്ലീല ചൊവ്വയോടെ കാര്യങ്ങൾ സംരക്ഷണം ചെയ്തു. കുട്ടികളോട് റിലീഫ് ഫണ്ട് ആവശ്യപ്പെടുകയാണ് ഇതിലൂടെ. ഈ റിലീഫ് ഫണ്ട് ആവശ്യപ്പെടുമ്പോഴും അശ്ലീല ചൊവ്വയോടെ കുട്ടികളോട് സംസാരിച്ചിട്ടും ഈ യൂട്യൂബ് ചാനൽ കെട്ടിപ്പൂട്ടാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെ കഴിവുകേടാണ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമാണ്. ഇങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ഒരു വിദ്യാഭ്യാസ വകുപ്പും? ഇതിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോൾ തന്നെ സംബന്ധിച്ച അന്വേഷണം അവരുടെ പരിധിയിൽ വരുന്നില്ല. അത് കൊടുവള്ളി പോലീസിലാണ് ഈ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതിൽ ആ സംഭവത്തിൽ ഒരു കേസ് എടുക്കാൻ പോലും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഒന്ന്, ചെറിയ കുട്ടികളോടാണ്, 18 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളാണ് അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചത്. പോക്സോ വകുപ്പ് ചുമത്തി ഇദ്ദേഹത്തെ ജയിലിൽ അടക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും ഒളിവിലിരുന്നു കൊണ്ട് ഷുഹൈബ് എന്ന് പറയുന്ന MS സൊല്യൂഷന്റെ CEO വീണ്ടും വീണ്ടും ഇത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനോടുള്ള വെല്ലുവിളിയാണ്. ആഭ്യന്തര വകുപ്പ് ഞങ്ങളെ തൊടില്ല, ക്രൈംബ്രാഞ്ച് ഞങ്ങളെ തൊടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വിവിധ സ്കൂളുകളിൽ പോലും അന്വേഷണം നടക്കുമ്പോഴും MS സൊല്യൂഷന്റെ MD CEO ഷുഹൈബിന് വലിയ ധൈര്യമാണ്, ഞങ്ങളെ തൊടില്ല. ഇത് വലിയ റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട്. ഇതിന് സ്വകാര്യ ട്യൂഷൻ സെന്റർ മാഫിയയും അതുപോലെ ഭരണകൂടത്തിലെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, കോഴിക്കോട് ജില്ലയിലെ പ്രമുഖമായ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിന് CPM ഉന്നത നേതൃത്വവുമായി
ബന്ധമുണ്ട്, അത് അന്വേഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് അത് അന്വേഷിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? സൊല്യൂഷൻസിന് മാത്രമാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരുന്നത്? മറ്റേതെങ്കിലും ഉണ്ടോ? അതിനെതിരെ അന്വേഷണം ആവശ്യമുണ്ടോ? നിലവിൽ MS സൊല്യൂഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ നാളുകളിലൊക്കെ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ യൂട്യൂബ് ചാനലുകളാണ്. KSU ഈ വിഷയം 2023 മുതൽ ഉയർത്തിയതിന്റെ ഫലമായിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ചില ചാനലുകൾ ഇത് അവസാനിപ്പിക്കുന്നത് ഭയം കൊണ്ട്. ട്യൂഷൻ സെന്ററുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഷുഹൈബിനെ കാണാമറിയത്ത് നിർത്തിക്കൊണ്ട് അവനെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നത്. ഈ ഷുഹൈബ് ആദ്യത്തെ വീഡിയോ തന്നെ വന്ന് പറഞ്ഞ ഒരു കാര്യം, ഞാൻ CEO മാത്രമാണ്, ഇതിന് മുമ്പിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ പറയുന്നതനുസരിച്ചാണ് ഞാൻ ഇവിടെ ഒന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ഈ ഡയറക്ടേഴ്സ് ഒക്കെ ആരാണെന്നുള്ള വല്ല പിടുത്തമുണ്ടോ? ഞങ്ങളതാണ് പറഞ്ഞത്. ഈ ഡയറക്ടേഴ്സും ഇതിന് പിന്നെ ഈ MS സൊല്യൂഷന്റെ മാത്രമല്ല, ഈ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ ഡയറക്ടർമാർ ആരാണ് എന്ന് പരിശോധിക്കപ്പെടണം. ആ ഡയറക്ടർമാരെ പരിശോധിക്കപ്പെട്ടാൽ കേരള സർക്കാരിലെ, സംസ്ഥാന സർക്കാരിലെ ഉന്നത രാഷ്ട്രീയ ബന്ധം, ഈ ട്യൂഷൻ സെന്ററുകളുമായുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധം നമുക്ക് വ്യക്തമാവും. ചില സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കപ്പെടാനാണ്. എങ്ങനെയാണ് 3-4 വർഷങ്ങൾ കൊണ്ട് 1000 കോടിയും 800 കോടിയും ഒക്കെ ആസ്തിയിലേക്ക് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്ക് വളർന്നു ഉയരാൻ സാധിക്കുന്നത്? ഇത് വലിയ കച്ചവടമാണ്. ഈ പോർഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. നേരത്തെ ടീച്ചർമാർ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഗതിയല്ലേ? നമ്മളോട് അധ്യാപകർ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഇന്ന പോർഷനിൽ നിന്നാണ് വരിക എന്ന്. പക്ഷെ അതൊക്കെ സ്വാഭാവികമായും നമ്മളോടൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവിടെ ഷുഹൈബ് നിലവിലൊക്കെ ക്വസ്റ്റ്യൻ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ആരോപണം ഉന്നയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഈ ഓൺലൈൻ ചാനൽ പൂട്ടുമെന്ന് പറഞ്ഞു, ഷുഹൈബ് ഇത് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. പൊടുന്നനെ ഒരു രാത്രി ഞാൻ എന്റെ ചാനലിൽ പ്രക്ഷേപണം തുടങ്ങുകയാണ്, കെമിസ്ട്രി ചോദ്യപേപ്പർ അനലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അതിനെ എന്ത് ചെയ്യാണ്, അതിന്റെ സ്റ്റൈൽ മാറ്റി. ആ സ്റ്റൈൽ മാറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടരുത്, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണമെന്ന് ഞാൻ ചോദ്യപേപ്പർ ചോർത്തുന്നില്ല. ഇത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണ്. ഇതിന് കൂട്ടുനിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഈ പണിക്ക് കൊള്ളാത്ത ആളാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് പറ്റില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞ് നല്ല ആരെയെങ്കിലും ഇത് ഏൽപ്പിക്കണമെന്നാണ് KSUവിന് പറയാനുള്ളത്.